ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 4-ാം വെള്ളിയാഴ്ചയായ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥനാവീരനായ ദാനിയേലിൻ്റെ പൂർണ്ണ സമർപ്പണത്തോടും അനുതാപത്തോടും കൂടിയ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥയെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട് വചനത്തിലൂടെ ദാനിയേൽ ഗ്രഹിക്കുകയും ജനത്തിൻ്റെ പാപമോചനത്തിനും യെരുശലേമിൻ്റെ പുനഃസ്ഥാപനത്തിനും വേണ്ടി ദൈവത്തോടുള്ള ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ് ഈ ഭാഗം പറയുന്നത്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിലെ ചില പ്രത്യേകതകൾ ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 3-ാം വാക്യത്തിൽ ദാനിയേൽ തൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചും കൊണ്ടും ഉപവസിച്ചും രട്ടുടുത്തും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഏക ആശ്രയവും രക്ഷയുമായ ദൈവമായ കർത്താവിങ്കിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം. നമ്മുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, അത് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാകണം. ത്യാഗത്തോട്, സമർപ്പണത്തോട്, വേദനയോട്, ഉള്ളിലൊരു വിങ്ങലോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ ദാനിയേൽ നമ്മളെ പഠിപ്പിക്കുന്നത്. 5-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപങ്ങളെ ഏറ്റുപറയുന്നതായിട്ട് കാണാം. 5-ാം വാക്യത്തിൽ ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറയുന്നു. 8-ഉം 9-ഉം വാക്യങ്ങൾ കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതിന് തന്നെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. 11-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചുമിരിക്കുന്നു. ഇവിടെ ദാനിയേൽ ഒരു മധ്യസ്ഥനായി ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. തങ്ങൾ ദൈവവചനത്തിൽ നിന്നും അകന്നുപോയി എന്നും ദൈവത്തോട് പാപം ചെയ്തു എന്നും ഏറ്റുപറയുകയും തെറ്റുപറ്റിയത് സമ്മതിക്കുകയും ചെയ്യുന്നു. തന്നെ ദൈവം മുമ്പാകെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുകയും കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നു. നാമും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവിൻ്റെ മുമ്പിൽ നാം ആണെന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മെ തന്നെ സമർപ്പിച്ച് വിനയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് വരാം. ഉള്ളങ്ങളെ അറിയുന്ന ആ കർത്താവിൻ്റെ മുൻപാകെ ദാനിയേലിനെ പോലെ നിഷ്കളങ്കതയോടും തുറന്ന മനസ്സോടും കൂടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. 23-ാം വാക്യത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതായി നാം വായിക്കുന്നു. ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ ദാനിയേലിന്റെ അടുക്കൽ അയച്ച് പറയുന്നത് എന്തെന്നാൽ, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു എന്ന് ഗബ്രിയേൽ ദൂതൻ പറയുന്നു. ദാനിയേലിനെ പോലെ നാം ഓരോരുത്തരും ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരല്ലോ. ഈ നോമ്പുകാലം കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ച് ത്യാഗത്തോടും സമർപ്പണത്തോടും നിഷ്കളങ്കതയോടും കൂടി പ്രാർത്ഥിച്ചാൽ അവിടുന്ന് തൻ്റെ ദൂതനെ അയച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.